ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിതാ ഇതേപോലത്തെ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നെറ്റ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ് നമുക്ക് ഉണ്ടല്ലോ, ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന നെറ്റില്ലേ, അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ നമ്മളൊരു നെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഐഡിയ ചെയ്യാം കേട്ടോ. നല്ല കുട്ടികൾക്കൊക്കെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ പൈസ ഉണ്ടാക്കാം സെയിൽ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ നെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഹാഫാക്കി കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 പീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വൽ പീസാക്കിയിട്ട് 2 എണ്ണം നമ്മൾ ഇതേപോലെ ഒന്ന് ഈ നെറ്റിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സൂചി നൂല് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ആദ്യം ഒന്ന് കെട്ടിട്ടിട്ട് തുന്നി കൊടുക്കാണ്ട് കേട്ടോ. നെറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അതൊന്ന് കെട്ടിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ തുന്നി കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഉണ്ടോ ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ളൊരിത് വരും. അതേപോലെ വലിച്ച് എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കൂട്ടി കെട്ടി നല്ല ഭംഗിയാക്കിയിട്ട് എൻ്റെ ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. എക്സസ് ആയിട്ടുള്ള നൂല് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തന്നെ നമ്മൾ അടുത്ത പീസും എടുത്തിട്ട് അങ്ങനെ തന്നെ ചെയ്യാതെ കണ്ടോ. ഇത് കെട്ടിടാനായിട്ട് നൂല് ആദ്യമേ ഒന്ന് കെട്ടിട്ടിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുത്തിട്ട് ഒന്ന് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവിടെ കെട്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ അതും നമ്മൾ അതേപോലെ തന്നെ വലിച്ചെടുത്ത് കെട്ടി എൻ്റെ ഭാഗം കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ എൻ്റെ ഭാഗം ചുറ്റി കെട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 പീസുകൾ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുക. ഒന്നിൻ്റെ മുകളിലോട്ട് ചേർത്ത് വയ്ക്കുക കേട്ടോ. അതിന് മുന്നായിട്ട് നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കറക്റ്റാണോ നോക്കുക. കെട്ടുകൾ തമ്മിൽ ഒന്നിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോഴാണ് എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. എക്സസ് ആയിട്ടുള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമേ ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം ഇത് സൂചി നൂല് യൂസ് ചെയ്തിട്ട് ഒന്നിൻ്റെ മുകളിലോട്ട് കെട്ട് വരുന്ന വിധത്തിൽ വെച്ചിട്ട് നമ്മൾ ആദ്യമേ ഒന്ന് കെട്ടിട്ടിട്ട് 2 പീസും കൂടെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് തുന്നി കൊടുക്കുകയാണ് കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് എപ്പോഴും ഇരിക്കാൻ. ബോക്കെ കുട്ടികൾക്കുള്ളതല്ലേ, അപ്പോൾ കുറച്ച് നൂല് കൊണ്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തുന്നി എടുത്തു. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ തുന്നിയെടുക്കുക കേട്ടോ, കെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ എന്നാലാണ് അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ചുറ്റി നന്നായിട്ട് കെട്ടി നല്ല ഭംഗിയാക്കി തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് തുണി വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. കെട്ടി കഴിയുമ്പോൾ ഇതേപോലെയാണ് ഇരിക്കുക. ഒരു ബോർഡർ ഷേപ്പിലോട്ട് നമുക്ക് കിട്ടും. നല്ല ഭംഗിയുള്ളൊരു നെറ്റിൻ്റെ ബോ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്നുകിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഞാൻ ഗ്ലൂ വെച്ചിട്ട് അതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ട് തുന്നി കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡും ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഹെയർ ബാൻഡുമേലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഹെയർ ബാൻഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ടൈമിലോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ക്ലിപ്പിമേലോ ഒക്കെ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു പീസ് ഉണ്ടെങ്കിൽ അത് അതുമേ വെച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കതുമേ സെൻറ്ററിൽ നമ്മളൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ചുറ്റി കൊടുക്കില്ലേ, റിബണൊക്കെ, അതേപോലെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മാറ്റിയെടുക്കുമ്പോൾ വേണ്ട ഇതേപോലെയാണ് ഇരിക്കുക. ഇത് നമുക്ക് നമ്മുടെ ക്ലിപ്പുമേലോ വലിയ ആൾക്കാരെ ക്ലിപ്പുമേലോ ഒക്കെ നമുക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഹെയർ ബോ വെച്ചിട്ടുള്ള ഓർഡറാണ് കേട്ടോ. ഒരു കോൺട്രാസ്റ്റ് കളർ ഹെയർ ബോ ആണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.